ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ CGI നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. എന്താണ്? നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ റിവൈവ് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് നമ്മളുടെ CGIയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ? സോ നമ്മൾ കൊളീജിയം സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ദ ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ്, സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസ്, തേർഡ് ജഡ്ജ്മെന്റ് കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ് 1980 കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ കൺസൾട്ടേഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജുമായി അല്ലെങ്കിൽ CJIയുമായിട്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായിട്ട് നടത്തുന്ന കൺസൾട്ടേഷൻ എന്ത് രീതിയിലുള്ള കൺസൾട്ടേഷൻ ആയിരിക്കണം എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് കൺകറൻസ് ആണോ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അപ്പോ ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസിൽ പറഞ്ഞു കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് കൺകറൻസ് അല്ല, മിയർ അഡ്വൈസ് മാത്രമാണ്. എന്നാൽ സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസിൽ വന്നപ്പോൾ എന്ത് പറഞ്ഞു? കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻസ് തന്നെയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, തേർഡ് ജഡ്ജ്മെന്റ് കേസിൽ എന്തായി? ഈ കൺസൾട്ടേഷൻ കൺകറൻസ് തന്നെയാണ്, പക്ഷേ ഒരാളുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രം, ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഡെമോക്രസി പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് പ്ലൂറാലിറ്റി ഓഫ് ജഡ്ജസ് ആയിരിക്കണം. ഈ കൺസൾട്ടേഷൻ ഒന്നിൽ അധികം ജഡ്ജസുമാരോട് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഉത്തരവ് അല്ലെങ്കിൽ അഡ്വൈസ്, ഈ കൺകറൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഒരു കൊളീജിയം സിസ്റ്റം നമ്മൾ രൂപീകരിച്ചു. സോ 1993 തുടങ്ങിയിട്ടുള്ള സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസിൽ തുടങ്ങിയാണ് ഈ കൊളീജിയം സിസ്റ്റത്തിന്റെ ഫോർമേഷൻസ് വരുന്നത്. 2014 കാലഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവന്നു. 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല്. ഈ 99ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് എന്തായിരുന്നു? അപ്പോ 99ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്തുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയ ഒരു അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, UPSC പോലെ അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പോലെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി രൂപീകരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി രൂപീകരിക്കും. അതിനെയാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അന്ന് അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 6 മെമ്പേഴ്സ് ആയിരുന്നു. ഓക്കെ, എത്ര മെമ്പേഴ്സ് ആയിരുന്നു? 6 മെമ്പേഴ്സ് ആയിരുന്നു. ഒന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ദെൻ സുപ്രീം കോടതിയിലെ തന്നെ 2 സീനിയർ മോസ്റ്റ് ജഡ്ജസ്മാര്. ഓക്കെ, സോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, 2 സീനിയർ മോസ്റ്റ് ജഡ്ജിമാര്. ദെൻ മിനിസ്റ്റർ ഓൺ ലോ, നിയമത്തിന്റെ ആരാണ് മിനിസ്റ്റർ ആയിട്ടുള്ളത്, ആരാണോ അദ്ദേഹമായിരിക്കും മറ്റൊരു മെമ്പർ ആയിട്ട് വരുന്നത്. ദെൻ ബാക്കി 2 പേരെയും, 4 പേരല്ലേ ആയിട്ടുള്ളൂ, ബാക്കി 2 പേരെയും പ്രൈം മിനിസ്റ്ററും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ലീഡർ ഓഫ് ഒപ്പോസിഷനും അടങ്ങുന്ന ഒരു സമിതി റെക്കമെൻഡ് ചെയ്യും. മറ്റുള്ള 2 പേര് ആരായിരിക്കണമെന്ന് പ്രൈം മിനിസ്റ്ററും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ലീഡർ ഓഫ് ഒപ്പോസിഷനും അടങ്ങുന്ന സമിതി റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ 2 പേരെ കൂടി ആഡ് ചെയ്തിട്ട് ഈ 6 മെമ്പേഴ്സ് ആയിരിക്കും ആരാണ് ജഡ്ജ് ആകണം, ആര് ജഡ്ജി ആകണ്ട, സുപ്രീം കോടതി ജഡ്ജി ആകണ്ട, ഹൈക്കോടതി ജഡ്ജി ആകണ്ട എന്നുള്ള തീരുമാനങ്ങളെല്ലാം ഈ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവന്നു. അത് ആക്ട് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതകൾ നോക്കി. പക്ഷേ 2015 ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് ഒരു കേസ് പോവുകയാണ്. സുപ്രീം കോർട്ട്സ് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് വേഴ്സസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്, ഫേമസ്ലി നോൺ ആസ് ദ ഫോർത്ത് ജഡ്ജ്മെന്റ് കേസ്. എന്താണ്? സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് വേഴ്സസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഓഫ് 2015. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? മക്കളെ, ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, കൊളീജിയം സിസ്റ്റത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാകും, പക്ഷേ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മിനിസ്റ്ററിനെയും പ്രധാനമന്ത്രിയും ലീഡർ ഓഫ് ഒപ്പോസിഷനും പറയുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ വിളിക്കേണ്ട കാര്യം എന്താണ്? ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് പൊസിഷൻ ആണ്.
ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് പൊസിഷൻ ആണ്. ലെജിസ്ലേറ്റീവിന്റെ ഇൻഡിപെൻഡൻസ് കാണിക്കുന്നു, അതുപോലെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് കാണിക്കണം. സോ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതിയിലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആണ്. അതിനെ നിങ്ങൾ അങ്ങനെ എടുത്ത് കളിക്കേണ്ട. അതുകൊണ്ട് 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് വോയിഡ് ബൈ ഇറ്റ് സെൽഫ് ആണ്. അത് വോയിഡ് ആണ്, അല്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നു. ഏതാണ് കേസ്? ഫോർത്ത് ജഡ്ജ്മെന്റ് കേസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏത് കേസായിരുന്നു? സുപ്രീം കോർട്ട്സ് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് വെസിസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സോ ഈ കേസിലാണ് ഈ NJC എടുത്തു കളഞ്ഞത്. പിന്നീട് അത് തിരിച്ചു വരാനായിട്ടുള്ള പല പരിപാടികളും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മന്ത്രിസഭയില് ലോ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് കിരൺ റിജിജു ആയിരുന്നു. സോ കിരൺ റിജിജു എന്ത് ചെയ്തു? ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു തുടർച്ച എന്നോണമൊക്കെയാണ് ഇപ്പോൾ കറന്റ് ഉള്ള ഡിസ്കഷനുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം. സോ ഈ ഒരു കാര്യം മറക്കരുത്. 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, ദെൻ എന്താണ് അഡ്വക്കേറ്റ്സ്, സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഓഫ് 2015. അപ്പൊ ആ ഒരു കേസിന്റെ ക്രോണോളജിയിൽ ഒരു കേസ് കൂടി ആഡ് ചെയ്ത് വെച്ചേക്കുക. ഫോർത്ത് ജഡ്ജ്മെന്റ് കേസ്, ഫസ്റ്റ് ജഡ്ജ്മെന്റ്, സെക്കൻഡ് ജഡ്ജ്മെന്റ്, തേർഡ് ജഡ്ജ്മെന്റ്, ഫോർത്ത് ജഡ്ജ്മെന്റ് കേസ് ഓഫ് 2015. അത് കൂടിയിട്ട് ആഡ് ചെയ്ത് വെച്ചേക്കുക. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഓപ്പൺ എഡിറ്റോറിയൽ നിന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ആണ്. എന്താണ്? പ്രസിഡൻഷ്യലിന്റെ ഒപ്പീനിയൻ വേഴ്സസ് ഫെഡറൽ സ്ട്രക്ചറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഒന്നുമല്ല. എന്താണ്, നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു ഇത് നമ്മളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MP ആണ് എഴുതിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ MP ആണ് എഴുതിയിരിക്കുന്നത്. സോ അദ്ദേഹം ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പൊസിഷൻ ആർട്ടിക്കിൾ 200 നമ്മളുടെ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ ഗവർണറിന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫെഡറലിസത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കും എന്ന് മാത്രമേ ഈ ഒരു ഡിസ്കഷനിലുള്ളൂ. സോ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡിസ്കഷൻ വായിക്കാനൊന്നും പോകേണ്ട. ഒരു പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ തന്നെയാണ് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ വന്നിരുന്നത്. എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറലിസത്തെ തകർക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ആർട്ടിക്കിൾ 200 എന്താണ് അവർക്ക് ഡിസ്ക്രിഷണറി പവർ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് എടുത്തു പറയുന്നു. അത്രയും മാത്രമേ ഈ ആർട്ടിക്കിൾ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഏതാണ്? ന്യൂട്രിനോ ഒബ്സർവേറ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമുക്ക് പോകാനായിട്ടുണ്ട്. സോ ഇതിലേക്കൊന്നും സമയം നമ്മൾ അധികം കൊടുക്കേണ്ട കാര്യമില്ല. നോർമൽ ആർട്ടിക്കിൾ, സിമ്പിൾ ആർട്ടിക്കിൾ, നമ്മൾ ഡിസ്കസ് ചെയ്തതിനേക്കാൾ ഉപരി മറ്റൊന്നും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു കേസ് ലോയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഫാക്ടറോ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകണം. അടുത്ത ആർട്ടിക്കിൾ എഡിറ്റോറിയൽ സെഷൻ ആണ്. എഡിറ്റോറിയൽ സെഷൻ നമ്മളുടെ റുപ്പി ഡോളറിനെതിരായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? താണു പോയിക്കൊണ്ടിരിക്കുകയാണ്. 82 ഉണ്ടായിരുന്ന റുപ്പി, 83 ഉണ്ടായിരുന്ന റുപ്പി ഇന്നലെ RBI പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? 90 ടച്ച് ചെയ്താനേ. സോ ഏറ്റവും ലോവസ്റ്റിലാണ് കറന്റ് ഇപ്പോൾ റുപ്പി നിന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇന്റർനാഷണൽ എക്കണോമിക്സിലേക്ക് ഒന്ന് പോകണം. എന്തുകൊണ്ടാണ് റുപ്പി ഇങ്ങനെ താഴാനായിട്ടുള്ള കാരണങ്ങൾ? റുപ്പി ഇങ്ങനെ താഴാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഓക്കെ, അതില് ഇപ്പോ ഗ്ലോബൽ സിനോറിയോസ് ഉണ്ട്, ദെൻ US-ന്റെ ടാരിഫ് യുദ്ധങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇന്റർനാഷണൽ എക്കണോമിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് റുപ്പിയുടെ ഈ താഴാനായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാനും ഡിപ്രീഷിയേറ്റ് ചെയ്യാനും തീരുമാനിക്കുന്ന ഘടകം? ഓക്കെ, എന്താണ് തീരുമാനിക്കുന്നത്? വിലയെ തീരുമാനിക്കുന്ന ഒരു കാര്യം എന്താണ്? വിലയെ തീരുമാനിക്കുന്നത് നമ്മളുടെ പാളയം മാർക്കറ്റിലായി കഴിഞ്ഞാലും എറണാകുളം മാർക്കറ്റിലായി കഴിഞ്ഞാലും ഇന്റർനാഷണൽ എക്കണോമിക്സിലായി കഴിഞ്ഞാലും ഒറ്റ സംഭവം തന്നെയാണ്. എന്തായിരുന്നു? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഒരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് ഇൻക്രീസ് ആകും. ഒരു വസ്തുവിന്റെ സപ്ലൈ കൂടി കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് ഡിക്രീസ് ആകും. പാളയം മാർക്കറ്റിലെ ചാളയുടെയും അയിലയുടെയും വില നിർണ്ണയിക്കുന്നത് എന്ത് വസ്തുത വെച്ച് തന്നെയാണോ അത് തന്നെയാണ് നമ്മളുടെ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ റുപ്പിയുടെ വസ്തുതയും റുപ്പിയുടെ വിലയും പ്രൈസും നിർണ്ണയിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുക, 83 രൂപയായിരുന്ന റുപ്പി 90 രൂപയായിട്ട് മാറി. വിച്ച് മീൻസ് റുപ്പിയുടെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ്. റുപ്പിയുടെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇൻഫറൻസ് ചെയ്യേണ്ട, UPSC ആസ്പിറൻസ് ഇൻഫറൻസ് ചെയ്യേണ്ട കാര്യം എന്താണ്? റുപ്പിയുടെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ്.
സോ റുപ്പിയുടെ ഡിമാൻഡ് കുറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു കറൻസീസ് ഡിമാൻഡ് കൂടിയിട്ടുണ്ടാകണമല്ലോ. അത് ഏത് കറൻസീസ് ആയിരിക്കും? അത് ഓഫ് കോഴ്സ് ഡോളർ ആയിരിക്കും, ഇല്ലേ? ഡോളർ ആയിരിക്കും. സോ വാട്ട് ഹാപ്പൻസ്? കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചേ? കഴിഞ്ഞ ദിവസം ഈ മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് വീണ്ടും താഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് RBI ഇടപെട്ടു. RBI എങ്ങനെ ഇടപെടും? RBI കുറച്ച് ഡോളേഴ്സ് എടുത്തിട്ട് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കും. ഇദ്ദേഹത്തിന്റെ കയ്യിൽ RBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ആണല്ലോ, അദ്ദേഹത്തിന്റെ റിസർവുകൾ ഉണ്ട്, ഡോളറിൽ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റിസർവുകൾ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി SDR ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന റിസർവുകൾ ഉണ്ട്, ഗോൾഡിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസർവുകൾ ഉണ്ട്. ദെൻ പല കറൻസികളിൽ നമ്മുടെ റിസർവുകൾ നമ്മൾ സൂക്ഷിച്ചു വെച്ച 600-700 ബില്യൺ ഡോളറിന്റെ റിസർവുകൾ നമുക്കുണ്ട്. ഈ റിസർവുകളിൽ നിന്ന് കുറച്ച് ഡോളേഴ്സ് എടുത്തിട്ട് മാർക്കറ്റിലേക്ക് അങ്ങ് പമ്പ് ചെയ്യും. ഓക്കെ, സോ മാർക്കറ്റിലേക്ക് എടുത്തിട്ട് അങ്ങോട്ട് പമ്പ് ചെയ്യും. അപ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? സോ ഒരാള് റുപ്പിയും ഡോളറും വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്, പാളയ മാർക്കറ്റിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ രണ്ട് കടക്കാര്, അതായത് ചാള വിൽക്കുന്ന ഒരാളും അയില വിൽക്കുന്ന ഒരാളും. ഓക്കെ, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമ്പിൾ വേണോ നിങ്ങൾക്ക്? വേണ്ടെന്ന് വിചാരിക്കുകയാണ്. പാളയ മാർക്കറ്റിലെ എക്സാമ്പിൾ ഞാൻ പറയും. ചാള വിൽക്കുന്ന ഒരാളും അയില വിൽക്കുന്ന ഒരാളും. ഓക്കെ, അപ്പോ അയിലയ്ക്ക് വൻ ഡിമാൻഡാണ്. ഓക്കെ, അയിലയ്ക്ക് വൻ ഡിമാൻഡായ ആളുകൾ അയില കഴിക്കാനായിട്ട് ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയില വാങ്ങിക്കാനായിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നോർമലി എന്ത് സംഭവിക്കും? നോർമലി അയിലയുടെ വില കൂടും. അതാണല്ലോ നോർമൽ സിനാരിയോ. ദെൻ അപ്പൊ തന്നെ എന്ത് സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആള്, അതായത് ചാള വിറ്റുകൊണ്ടിരുന്ന ആള് എന്ത് ചെയ്തു? കുറച്ച് അയിലയുടെ സപ്ലൈസ് അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അയിലയുടെ സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൈസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യും. കാരണം ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ അയില 1 കിലോ ഉണ്ടായിരുന്ന അവസ്ഥയല്ല, ഇപ്പോൾ ഒരു 10 കിലോ മാർക്കറ്റിലുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കും? കൂടുതൽ ആളുകൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ പ്രൈസ് റെഡ്യൂസ് ആകും. ഈ അവസരത്തിൽ ഇനി ഇന്റർനാഷണൽ എക്കണോമിക്സിലേക്ക് വരാം. അയിലയിൽ നിന്ന് മാറിയിട്ട് ഇന്റർനാഷണൽ എക്കണോമിക്സിലേക്ക് വരാം. കൂടുതൽ ആളുകൾ ഡോളർ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റുപ്പി ഡിമാൻഡ് ചെയ്യുന്നത് കുറവാണ്. ഈ അവസരത്തിൽ എന്ത് ചെയ്തു? നമ്മളുടെ RBI കുറച്ച് ഡോളേഴ്സ് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് സപ്ലൈ ചെയ്തു. സോ മാർക്കറ്റില് ഡോളറിന്റെ അളവ് കൂടാനായിട്ട് തുടങ്ങി. സോ പ്രൈസ്, ഡോളർ ഡിമാൻഡ് ചെയ്യുന്നത് കുറയാനായിട്ട് തുടങ്ങി. പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേബിളൈസ് ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിച്ചു. ഓക്കെ, സോ ഇങ്ങനെയാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്? RBI ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മാർക്കറ്റിൽ RBI ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള ഒരു 4 പോയിന്റുകൾ ഉണ്ട്. വാട്ട് ഹാപ്പൻസ് ഇഫ് സ്ട്രോങ് US ഡോളർ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ റുപ്പിക്ക് എന്ത് സംഭവിക്കും എന്നാണ് എനിക്കറിയേണ്ടത്. ബേസിക് ഫാക്ടുകളിലേക്ക് പഠിച്ചു പോകാം. US ഡോളർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ US ഡോളർ സ്ട്രോങ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താണ് അർത്ഥം? US ഡോളർ സ്ട്രോങ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഡോളർ ഇന്റർനാഷണൽ എക്കണോമിക്സ് മാർക്കറ്റിൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത് കൂടി വരികയാണ്. ഓക്കെ, സോ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആളുകളെല്ലാം കുറച്ചും കൂടി, അതായത് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആളുകൾ നോക്കുകയാണ്, US ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരായിരുന്നു ഞങ്ങൾക്ക്, അല്ലെങ്കിൽ US ഡോളർ ഉള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നില്ലേ? സോ അവരവിടെ നിന്ന് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റുകൾ എടുത്തു മാറ്റിയിട്ട് US ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഫിക്സഡ് ഡെപ്പോസിറ്റുകളായിട്ട് ബാങ്കിലിടും, അല്ലെങ്കിൽ അങ്ങനെ US ഡോളറിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ബാക്കിയുള്ളതിന്റെ ഡിമാൻഡ് കുറയും. സോ പ്രൈസ് റെഡ്യൂസ് ചെയ്യും. സോ US ഡോളർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രോങ്ങർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ബാക്കിയുള്ളതിന്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. റൈസിംഗ് US ഇൻട്രസ്റ്റ് റേറ്റ്, യുഎസിന്റെ ബാങ്ക് റേറ്റുകൾ, റിപ്പോ റേറ്റുകൾ, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് എന്ത് ചെയ്യും? അതായത് യുഎസിന്റെ ഫെഡറൽ ബാങ്ക് പറഞ്ഞു, അവിടുത്തെ സെൻട്രൽ ബാങ്ക് ആണല്ലോ അവിടുത്തെ ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത്. സോ ഫെഡറൽ ബാങ്ക് എന്താ പറഞ്ഞേ? ഫെഡറൽ റിസർവ്സ് എന്താ പറഞ്ഞു നാളെ മുതൽ ഇൻട്രസ്റ്റ് റേറ്റ് 2% കൂടുകയാണ്. എക്സാമ്പിൾ ആണ്, 2% ഒന്നും കൂടില്ല, 2% കൂടുകയാണ്. അപ്പോ എന്ത് സംഭവിക്കും?
എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി ഇന്ത്യയിലെ അവർ നിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ 8% ഓക്കെ, ഇന്ത്യൻ റുപ്പിയിൽ 8% അവർക്ക് കിട്ടുന്നത്. പക്ഷേ അമേരിക്കയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2% അഡീഷണൽ കിട്ടുകയാണ്. ഏതില്? US ഡോളറിൽ. ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അധിക വരുമാനം കിട്ടുക എന്നതിനർത്ഥമാണ്. സോ അപ്പോഴും അവരെന്ത് ചെയ്യും? അപ്പോഴും അവര് ഡോളർ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ് ഡോളർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്? ഇവിടത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ നിന്ന് അവര് പിൻവലിച്ചുകൊണ്ട് അവര് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അതിനെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണ്? ക്യാപിറ്റൽ ഫ്ലൈറ്റ്. എന്താണ്? ക്യാപിറ്റൽ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് കയറിയിട്ട് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, സോ ക്യാപിറ്റൽ ഫ്ലൈറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ്, US ഡോളറിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവരുടെ എന്ത് കൂടും? അവരുടെ ഡോളറിന്റെ പ്രാതിനിധ്യം കൂടും. സോ ഡിമാൻഡ് കൂടും. സോ ഇന്ത്യൻ റുപ്പി വീണ്ടും വീക്കർ ആകും. ദെൻ ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസ്, വിച്ച് മീൻസ് ടാരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്രേഡുകൾ അധികം നടക്കുന്നില്ല. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇന്ത്യയുടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്ത് സംഭവിക്കും? ഈ സമയത്തും ഇന്ത്യയുടെ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. സെല്ലിംഗ് ഡോളേഴ്സ് ഫ്രം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നിന്ന് ഡോളേഴ്സ് സെല്ല് ചെയ്യുകയാണ്. ഈ സമയത്ത് എന്ത് സംഭവിക്കും? അതായത് ഒരുപാട് ആളുകൾ നമ്മളുടെ US-ന്റെ ഡോളർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ RBI ചെന്നിട്ട് ഡോളറിനെ സെല്ല് ചെയ്യുകയാണ്. ഓക്കെ, ഡോളറിനെ സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റിലേക്ക് ഡോളർ പുഷ് ചെയ്തു. സോ സപ്ലൈ ഇൻക്രീസ് ആയി. ഈ സപ്ലൈക്ക് നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്നത് എന്താണ്? തിരിച്ചു വാങ്ങിക്കുന്നത് റുപ്പിയാണ്. അതായത് ഞങ്ങൾ ഡോളർ തരാം, നിങ്ങൾ എനിക്ക് റുപ്പി തരണം എന്ന് റിസർവ് ബാങ്ക് പറയുകയാണ്. ഓക്കെ, സോ റുപ്പിക്ക് ഡിമാൻഡ് അവിടെ കൂടി. ഡോളറിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി ഡോളറിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ, റുപ്പിയുടെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ആ ഒരു പ്രോസസ്സാണ്, ഈ അവസാനത്തെ പ്രോസസ്സാണ് കഴിഞ്ഞ ദിവസം ആര് ചെയ്തത്? നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തത്. സോ ഇവിടെ ഇന്നത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഓയിൽ ഇമ്പോർട്ടിനെ ഡിപ്പെൻഡൻസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ വ്യൂസ് പറയുന്നത്. സോ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു 5 ചോദ്യങ്ങൾ കണ്ടുപിടിക്കണം ഇന്റർനാഷണൽ എക്കണോമിക്സിൽ ഈ ഡോളർ ഡീഡോളറൈസേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു 5 MCQs കണ്ടുപിടിക്കുക. എന്നിട്ട് അത് 5 ചെയ്ത് നോക്കുക. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പ്രീവിയസ് ഇയറിൽ ഇതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ. വേറെ ഏത് ഡിസ്കഷനുകൾ ഇന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ഒരു ഡിസ്കഷനിലേക്ക് നിങ്ങളുടെ ഒരു 100% കോൺസെൻട്രേഷൻ കൊണ്ടുപോകണം. ഓക്കെ, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ അണ്ടർ ദ സയൻസ് ആൻഡ് ടെക്നോളജി. ഒരു ഇമ്പോർട്ടന്റ് ഡിസ്കഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ത്യൻ ന്യൂട്രിനോ ഒബ്സർവേറ്ററി. ഓക്കെ, ഇന്ത്യൻ ന്യൂട്രിനോ ഒബ്സർവേറ്ററി റിലേറ്റഡ് ടു ചൈനയുടെ ജൂനോ എന്ന് പറയുന്ന ന്യൂട്രിനോ ഒബ്സർവേറ്ററിയുമായി ബന്ധപ്പെട്ടത്. ജിങ്മെൻ അണ്ടർഗ്രൗണ്ട് ന്യൂട്രിനോ ഒബ്സർവേറ്ററി ഇൻ ചൈന. ഓക്കെ, എന്താണ് ഈ ന്യൂട്രിനോസ്? അപ്പൊ ന്യൂട്രിനോസിനോട് പറയുന്നതിന് മുൻപ് എന്താണ് ആറ്റം എന്നും എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നും എനിക്ക് പറയണം. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ ആണ്, കേട്ടിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് ആറ്റം? നമ്മളുടെ എല്ലാ പാർട്ടിക്കിൾസും എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്
മോളിക്യൂൾസ് കൊണ്ടാണ്. മോളിക്യൂൾസിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു. തന്മാത്രകളെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നു. ഏറ്റവും ചെറിയ എന്താണ് പാർട്ടിക്കിൾ ആണ് ആറ്റം എന്നാണ് നമ്മൾ പണ്ട് കരുതിയിരുന്നത്. ഓക്കെ, സോ ആറ്റം ആറ്റം എന്ന് പറഞ്ഞ പേര് വന്നതിന്റെ മുന്നിലുള്ള ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാവോ? ആറ്റം, രണ്ട് വേർഡുകൾ കൊണ്ടാണ് ഈ ആറ്റം എന്ന് പറയുന്ന ഒരു പേര് വന്നിരിക്കുന്നത്. എ ആൻഡ് ടോം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടോം? TOM. ടോമിന് പല അർത്ഥങ്ങളും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ടോം മറ്റുള്ള സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളത് എവിടേക്കാണ്? ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി അല്ലാണ്ട് വേറെ ടോം എവിടേക്ക് കേട്ടിട്ടുണ്ട്? അനാറ്റമി. അനാറ്റമിയിൽ ഒരു ടോം ഇല്ലേ? സോ ടോം മീൻസ് മുറിക്കുക അല്ലെങ്കിൽ അകത്തേക്ക് കയറുക എന്നുള്ളതാണ് ടോം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ആറ്റം, ഏതൊരു വാക്കിന്റെയും ഫ്രണ്ടിൽ എ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റാത്തത് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് മുറിക്കാൻ പറ്റാത്തത്, വിച്ച് മീൻസ് അവിടെയാണ് ഏറ്റവും അവസാനത്തെ പാർട്ടിക്കിൾ എന്നാണ് ആളുകൾ, സയന്റിസ്റ്റുകൾ പഴയ കാലത്ത് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഏറ്റവും ചെറിയ കണികകൾ എന്താണ്? ആറ്റം എന്നാണ് നമ്മൾ പലരും പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ സയൻസ് വീണ്ടും പുരോഗമിച്ചു. ആറ്റത്തിനെ വിഭജിക്കാൻ പറ്റുമെന്നും ആറ്റവും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പല പാർട്ടിക്കിളുകൾ വെച്ചിട്ടാണെന്നും നമ്മൾ പഠിച്ചു. ഇതിനെയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആറ്റമല്ല, ആറ്റത്തിനേക്കാൾ ചെറുതായിട്ട് ആറ്റം രൂപപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കിളുകൾ, ഇതെന്താ വിളിച്ചേ? സബ് അറ്റോമിക് പാർട്ടിക്കിൾ. അപ്പൊ നമുക്കറിയാം എന്താണ് ആറ്റം രൂപീകരിച്ചിരിക്കുന്നത്, എന്തൊക്കെ വെച്ചിട്ടാണ് ആറ്റം രൂപീകരിച്ചിരിക്കുന്നത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇങ്ങനെ പല പരിപാടികൾ, ഇങ്ങനെ പല സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ വെച്ചിട്ടാണ് ആറ്റം രൂപീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിങ്ങനെ ആ ഒരു സബ് അറ്റോമിക് ലെവലിൽ വെച്ചുകൊണ്ട് നിർത്തിയായിരുന്നു. അതുകൊണ്ട് ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 1940 തുടങ്ങി 1960 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ പാർട്ടിക്കിളുകളെ, ആറ്റം ഫോം ചെയ്തിരിക്കുന്ന പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഇലക്ട്രോണിനെയും കൂടാണ്ട് ഒരുപാട് സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഒരുപാട് സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ ഉണ്ട്. ഈ പാർട്ടികളൊക്കെ വെച്ചിട്ടാണ്, ഈ പാർട്ടിക്കിളുകളുടെ കോമ്പിനേഷനുകൾ കൊണ്ടാണ് ഓരോ ആറ്റവും, ഓരോ പ്രോട്ടോണും, ഓരോ ന്യൂട്രോണും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മളുടെ വേൾഡും യൂണിവേഴ്സും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിളുകളെ നമ്മൾ രണ്ടായിട്ട് ക്വാഡിഫൈ ചെയ്തു. ഓക്കെ, ഈ സബ് അറ്റോമിക് പാർട്ടിക്കിളുകളെ നമ്മൾ രണ്ടായിട്ട് ക്വാഡിഫൈ ചെയ്തു. എങ്ങനെയാണ്? ക്വാർട്സുകൾ എന്നും ലെപ്റ്റോണുകൾ എന്നും. ഓക്കെ, എന്താണ് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിളുകളെ നമ്മൾ രണ്ടായിട്ട് ക്വാഡിഫൈ ചെയ്തത്? എങ്ങനെയാണ്? ക്വാക്കുകൾ എന്നും ലെപ്റ്റോണുകൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ ക്വാഡിഫൈ ചെയ്തു. ഓക്കെ, സോ ഈ ക്വാക്കുകളും ലെപ്റ്റോണുകളും കൂടി ചേർന്നിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു ആറ്റം ഒരു ആറ്റം കണിക രൂപപ്പെടുന്നത്. ഈ ആറ്റങ്ങൾ ചേർന്നിട്ട് എന്ത് രൂപപ്പെടും? തന്മാത്രകൾ രൂപപ്പെടും. ഓക്കെ, സോ ക്വാർക്ക് എന്താണ്? ലെപ്റ്റോൺ എന്താണ്? ദീസ് ആർ ദ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഇപ്പൊ ക്വാർക്സിന് നമ്മൾ പല പേരുകൾ ഇട്ടിട്ട് വിളിച്ചു. എന്താണ്? അപ്പ് എന്നും ഡൗൺ എന്നും, രമേശ്, സുമേഷ്, എന്താണ് ചന്ദ്രൻ, അങ്ങനെ ഒരുപാട് പേരുകൾ ഇട്ട് വിളിക്കുന്ന പോലെ, മാത്യു എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന പോലെ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒരു പേരുകൾ കൊടുത്തു. അപ്പ്, ഡൗൺ, ചാം, സ്ട്രേഞ്ചർ, ടോപ്പ്, ബോട്ടം, ഇങ്ങനെ ഒരുപാട് പേരുകൾ കൊടുത്തു. ഓക്കെ, ദെൻ ലെപ്റ്റോൺസ്. ഓക്കെ, ലെപ്റ്റോൺസിന് ഇലക്ട്രോൺസ്, മ്യൂ, ടൗ, ദെൻ ഇലക്ട്രോൺ, ന്യൂട്രിനോ എന്നൊക്കെ ഡിഫറെന്റ് പാർട്ടിക്കിളുകളായിട്ട് നമ്മൾ പേര് കൊടുത്തു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ്. സോ എലമെന്ററി പാർട്ടിക്കിൾസുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ഒരു മോഡൽ വെച്ചു. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. സോ ആറ്റത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ സയൻസ് പുരോഗമിച്ചപ്പോ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാമെന്നും ക്വാക്കുകളും ലെപ്റ്റോണുകളുമായിട്ട് ഇതിനെ തരം തിരിക്കാമെന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഈ
ക്വാർക്കുകളെയും ലെപ്റ്റോണുകളെയും കൂടിച്ചേരുമ്പോൾ മൊത്തത്തിൽ വിളിക്കുന്നതിന്റെ പേരാണ് ഫെർമിയോൺസ്. എന്താണ്? ഫെർമിയോൺസ്. ഓക്കെ. സോ ലെപ്റ്റോണുകളുണ്ട്, ക്വാർക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രോട്ടോൺ എന്ന് പറയുന്ന ഒരു ആറ്റത്തിന്റെ സബ് പാർട്ടിക്കിളിന് 2 അപ്പ് ക്വാർക്കുകളും ഒരു ഡൗൺ ക്വാർക്കുകളും ഉണ്ടാവും. ഇഫ് ഐ ആം നോട്ട് റോങ്. ഓക്കെ. സോ 2 അപ്പ് ക്വാർക്കുകളും ഒരു ഡൗൺ ക്വാർക്കുകളും ഉണ്ടാവും. അങ്ങനെ അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും ചേർന്നുകൊണ്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രോട്ടോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്റ്റോൺ എന്ന് പറയുന്ന എലമെന്ററി പാർട്ടിക്കിൾ തന്നെയാണ്. ഈ 6 എലമെന്ററി പാർട്ടിക്കിളിൽ എന്താണ്? ഒരു എലമെന്ററി പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ദെൻ മ്യൂണും താവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മറ്റൊരു എലമെന്ററി ഒരു പാർട്ടിക്കിൾ ഉണ്ടാകും. അത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഒരു കണിക രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഫോം ചെയ്തിരിക്കുന്നത് എന്ന് ആര് പഠിച്ചു? സയന്റിസ്റ്റുകൾ പഠിച്ചു. ഓക്കെ. അവിടം വരെ ക്ലിയർ ആയല്ലോ? ആറ്റത്തിന്റെ സബ് ഡിവൈഡ്. ദെൻ സയന്റിസ്റ്റുകളെ കുഴപ്പിച്ചിരുന്ന മറ്റൊരു കാര്യമായിരുന്നു ഈ ആറ്റങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇഫ് ദർ ഈസ് എ ഫോഴ്സ് ബിഹൈൻഡ് ദിസ്, ആറ്റങ്ങളെ യോജിപ്പിക്കാനായിട്ട് ഇതിന്റെ പിറകില് എന്തെങ്കിലും ഫോഴ്സുകൾ ഉണ്ടോ? ഓക്കെ. അപ്പൊ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന ഒരാൾ, നമ്മൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, ഏണസ്റ്റ് റൂദർഫോർഡ്. ഇദ്ദേഹം ആറ്റത്തിന്റെ മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് ക്രിയേറ്റ് ചെയ്തു? സോളാർ സിസ്റ്റം മോഡലാണ് ക്രിയേറ്റ് ചെയ്തത്. ഒരു സൂര്യനുണ്ട്, അതിനു ചുറ്റും ആറ്റംസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ കറങ്ങാനായിട്ട് ഇവന്മാർക്ക് എന്താണ് പ്രാന്തം? അതായത് എന്തെങ്കിലും ഒരു ഫോഴ്സ് ഇല്ലാണ്ട് ഇതെങ്ങനെ കറങ്ങും? ഇവന്മാർക്ക് ഈ ഇലക്ട്രോണിന് വേറെ എവിടെയെങ്കിലും പൊക്കൂടെ? ഇത് കറങ്ങുന്നതിന് അല്ലെങ്കിൽ ഇതിനു ചുറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്നതിന്, ഏത് മോഡൽ ആയിക്കോട്ടെ, ഇതിനു ചുറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വേണ്ടേ? ഒരു ബലം വേണ്ടേ? അവിടെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള 4 ഫോഴ്സുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. സോ എലമെന്ററി പാർട്ടിക്കിൾസുകളെ സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, കൂട്ടിച്ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? കുറച്ച് ബലങ്ങൾ, ഫോഴ്സുകൾ ആവശ്യമുണ്ട്. ആ ഫോഴ്സുകളെയാണ് നമ്മൾ എലമെന്ററി ഫോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തിലെ എലമെന്ററി ആയിട്ടുള്ള ഫോഴ്സുകളെ 4ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ. ഒന്നാമത്തത് ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. എന്താണ് ഈ ഗ്രാവിറ്റി ഫോഴ്സ്? ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം. രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സുകളാണ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ എഫക്റ്റീവ്ലി കാരണക്കാരനായിട്ടുള്ള സാധനം. ദെൻ അത് കൂടാണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചിലപ്പോൾ 2 ഫോഴ്സുകൾ കൂടിയുണ്ട്. ഒന്ന് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും, 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും. ഓക്കെ. എന്തൊക്കെയാണ്? ഒന്ന് ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന ഗ്രാവിറ്റി ഫോഴ്സ്, 2 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സുകൾ, ദെൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും. ഓക്കെ. സോ ഇതില് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. എന്താണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. പി എസ് സി പിള്ളേരുടെ പരീക്ഷ PSC ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. 4 ഫോഴ്സുകൾ തന്നിട്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്. ഇതിൽ ഏറ്റവും ബലം കുറവായിട്ടുള്ള, ഏറ്റവും ശക്തി കുറവായിട്ടുള്ള ഫോഴ്സ് ഏതാണ് എന്ന് ഒരു ചോദ്യം PSC പിള്ളേര് പഠിക്കുന്ന സാധനത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ PSC ഒന്നും നമ്മൾ കുറച്ച് കാണരുത്. അവര് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഈ ഒരു ചോദ്യത്തിന് അവർ ആൻസർ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോ UPSC ചോദിക്കാമോ? UPSC ചോദിക്കാം. ഏതാണ് ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് ചോദിക്കാം. ഈ ഫോഴ്സ് ഒക്കെ ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് ഞാൻ വലിയ പറഞ്ഞു തരാം. ഓക്കെ. സോ ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ഏതായിരുന്നു? ഗ്രാവിറ്റി ഫോഴ്സ് ആയിരുന്നു. ദെൻ അതിന് മുകളിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ദെൻ അതിന് മുകളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ അതിന് മുകളിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ.
ഈ ഫോഴ്സുകളാണ്, ഈ 4 എലമെന്ററി ഫോഴ്സുകളാണ് ആറ്റത്തിനുള്ളിലെ സബ് അറ്റോമിക് പാർട്ടിക്കിളുകളെ എന്ത് ചെയ്യുന്നേ, കണക്ട് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, കണക്ട് ചെയ്ത് നിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഫോഴ്സുകളാണ് ഈ 4 ഫോഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോഴ്സ് കാരിയേഴ്സിനെ, അതായത് ഈ ഫോഴ്സ് കാരിയർ ചെയ്യുന്ന ചില എലമെന്ററി പാർട്ടിക്കിളുകൾ ഉണ്ട്. അതിനെ നമ്മൾ ബോസോൺ എന്ന് വിളിച്ചു. എന്താണ്? ബോസോൺ എന്ന് നമ്മൾ വിളിച്ചു. ഈ ഫോഴ്സ് ക്യാരി ചെയ്യുന്ന ചില പാർട്ടിക്കിളുകളെ. ഇവിടെ എന്താണ്? സബറ്റോമിക് പാർട്ടിക്കിളുകൾ ഉണ്ട്. എന്ത് പാർട്ടിക്കിളുകളാണ് അത്? നമ്മളുടെ ക്വാക്കുകളും ലെപ്റ്റോണുകളും, പ്രോട്ടോൺ, ഇലക്ട്രോൺ, അങ്ങനെയുള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾ. എന്നാൽ ഇത് ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ, ഇന്ററാക്ഷൻ നടത്തണമെങ്കിൽ ഫോഴ്സ് വേണ്ടേ? ആ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ചില പാർട്ടിക്കിളുകൾ ഉണ്ട് വേണ്ടേ? ആ പാർട്ടിക്കിളുകളെ നമ്മൾ ബോസോൺ എന്ന് വിളിച്ചു. സോ ഫെർമിയോൺസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ബോസോൺ എന്ന് പറയുന്ന കാറ്റഗറി. ബോസോൺ എന്താണ് ഫെർമിയോൺസിൽ നിന്ന് ഡിഫറൻസ്? അത് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന, ഫോഴ്സ് ആയിട്ട് ഇന്ററാക്ഷൻസ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാരിയേഴ്സിനെയാണ് ഈ ബോസോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതില് സെപ്പറേറ്റ് ആയിട്ട് ഡബ്ല്യു ബോസോൺ ഉണ്ട്, സി ബോസോൺ ഉണ്ട്, മ്യൂ ബോസോൺ ഉണ്ട്, ഗ്രാവിറ്റി ബോസോൺ ഉണ്ട്. ജി ബോസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി ബോസോൺ. സോ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ബോസോൺസ് ഉണ്ട്. ഇതില് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോസോൺ ആണ് എച്ച് ബോസോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് സെപ്പറേറ്റ് ആയിട്ടുള്ള ബോസോൺ ആണ് എന്ത്? എച്ച് ബോസോൺ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഹിഗ്സ് ബോസോൺ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഹിഗ്സ് ബോസോൺ അല്ലെങ്കിൽ ദൈവകണം. എന്തുകൊണ്ടാണ് ഈ ഹിഗ്സ് ബോസോണിനെ മലയാളത്തിൽ ദൈവകണം എന്ന് വിളിക്കുന്നത്? ഹിഗ്സ് ബോസോൺ പെർട്ടിക്കുലർലി ഒരു ഫോഴ്സും ക്യാരി ചെയ്യുന്നില്ല. പകരം എല്ലാ സബ് അറ്റോമിക് പാർട്ടിക്കിളിനും മാസ് നൽകുന്നത്, എന്ത് നൽകുന്നത്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനും മാസ് നൽകുന്നത് ഈ ഹിഗ്സ് ബോസോൺ ആണ്. ഓക്കെ, തല കത്തിപ്പോകുന്നുണ്ടോ നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസിന്? ഞാനൊരു നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡന്റ് ആണ് കേട്ടോ, കൊമേഴ്സ് ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാനിത് പഠിച്ചെടുക്കാനായിട്ട് പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ പറഞ്ഞു വന്നത്, ആറ്റം ഡിവൈഡഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്താണെന്ന് പല പ്രാവശ്യങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ നമ്മൾ അതിനെ ഒരു ഗ്രൂപ്പ് ആക്കി. ക്വാർക്സുകൾ എന്ന് വിളിച്ചു, ലെപ്റ്റോൺസുകൾ എന്ന് വിളിച്ചു. എന്നാൽ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസുകൾ ഒരുമിച്ചിരിക്കാനായിട്ട് ഒരു കാരണം വേണ്ടേ? തുമാർക്ക് പ്രാന്താണോ വെറുതെ ഇരിക്കാനായിട്ട്? അല്ല എന്ന് മനസ്സിലായി. അതിന് ഒരു ഫോഴ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ഫോഴ്സ് അല്ല, 4 ഫോഴ്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്. ഇതിൽ ഏറ്റവും വീക്കസ്റ്റ് ഗ്രാവിറ്റി ഫോഴ്സ് ആണെന്നും ഏറ്റവും സ്ട്രോങ്സ്റ്റ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ ഈ ന്യൂക്ലിയർ ഫോഴ്സുകളെ ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ ഫോഴ്സുകളെ ക്യാരി ചെയ്യുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിളുകളെ നമ്മൾ ക്വാർക്സുകളിലും പെടുത്തിയില്ല, ലെപ്റ്റോൺസുകളിലും പെടുത്തിയില്ല. സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ വെച്ചു. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ബോസോൺ എന്ന് വിളിച്ചു. ഓക്കെ, ഈ ബോസോൺസ് ആണ് ഫോഴ്സ് ക്യാരി ചെയ്യുന്ന അറ്റോമിക് പാർട്ടിക്കിളുകൾ. ഓക്കെ, സോ ബോസോൺ ആർ ലൈക്ക് ഗ്ലൂസ്. നമ്മൾ പശ പോലെയാണ്. ഇപ്പൊ അപ്പ് ക്വാക്കിനെയും രണ്ട് അപ്പ് ക്വാക്കിനെയും 2 ഡൗൺ ക്വാക്കിനെയും ഒരു ബോസോണും കൂടി കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു ആറ്റം രൂപപ്പെടുകയുള്ളൂ. സോ അവര് എന്താണ്? ഫോഴ്സ് കാരിയേഴ്സ് ആണ് എന്ന് ഓർക്കുക. ദെൻ ഇവിടെ ഈ ബോസോൺ എന്ന് പറഞ്ഞപ്പോ ബോസ് ആരാണ്? ഈ ബോസോണിലെ ബോസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോസ് ആണോ? അല്ല. ഇന്ത്യയുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ടുള്ള സത്യേന്ദ്രനാഥ് ബോസ് ആണ്. ആരാണ്? സത്യേന്ദ്രനാഥ് ബോസ്. ഓക്കെ, സോ ഇദ്ദേഹം 1920 കാലഘട്ടങ്ങളിൽ ജനിച്ച് എന്താണ് ഐൻസ്റ്റീനോളം, ഇന്ത്യൻ ഐൻസ്റ്റീൻ എന്നൊക്കെ അറിയപ്പെടാൻ സാധ്യതയുള്ള ഒരു പേരാണ് ഈ സത്യേന്ദ്രനാഥ് ബോസ്. UPSCയുടെ മെയിൻസിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും വിശദീകരിക്കുക. സോ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർലി ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയില്ലേ, പ്ലാസ്മ,
ദെൻ അതുപോലെ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് നമ്മുടെ ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. അപ്പൊ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയുള്ള വലിയ കോൺട്രിബ്യൂഷനുകൾ, ഐൻസ്റ്റീനോളം പോകുന്ന കോൺട്രിബ്യൂഷനുകൾ നടത്തിയ ആളാണ് നമ്മളുടെ ഈ സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പോലെ ഒരു ബോസ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡൊക്കെ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ബോസോണുകൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇയാള് ഇത്രയും കഥ പറയുന്നത് എന്തിനാണ്? ന്യൂസ് ഇന്ത്യൻ ന്യൂട്രിനോ ഒബ്സർവേറ്ററിയെ കുറിച്ചല്ലേ? ഇന്ത്യൻ ന്യൂട്രിനോ ഒബ്സർവേറ്ററിയെ കുറിച്ച്, അല്ലെങ്കിൽ ന്യൂട്രിനോസിനെ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റത്തെ കുറിച്ചിട്ടല്ലേ ഇന്നത്തെ ന്യൂസ്. ഇയാൾ ഇത്രയും ഇരുന്ന് കഥ പറയാനായിട്ട് ഇയാൾക്ക് എന്താണ് ഭ്രാന്തം? സോ വാട്ട് ഈസ് ദിസ് ന്യൂട്രിനോസ്? Neutrinos are the subatomic particles. Neutrinos are the subatomic particles. You can see here. Neutrinos are the subatomic particles. Electron neutrino, muon neutrino, tau neutrino. ഇതെല്ലാം എന്താ? സബ് അറ്റോമിക് പാർട്ടിക്കിളുകളാണ്. സോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൂടെ? ന്യൂട്രിനോൺസ് ആർ lepton subatomic particles. ആണോ? lepton atomic particles ആണോ? quark atomic particles ആണോ? So they are leptons. Okay, so നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ UPSC ന്യൂട്രിനോൺസ് UPSC എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ they are leptons എന്നൊക്കെ എഴുതിയിരിക്കും. ഈ leptons എന്താണ് എന്ന് മനസ്സിലാകാത്ത ഒരാള് ഇത് കാണാപ്പാഠം പഠിച്ചു പോകും. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കും. എന്നിട്ട് ചോദിക്കും UPSC ഈ സയൻസ് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അല്ല, ഇത് ബേസിക് ഫാക്റ്റാ. എന്താ? സബറ്റോമിക് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ലെപ്റ്റോൺസ് എന്നും ക്വാർക്സ് എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലെപ്റ്റോൺസിൽ പെടുന്ന കാര്യങ്ങളാണ് എന്ത്? ലെപ്റ്റോൺസിൽ പെടുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ന്യൂട്രിനോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ന്യൂട്രിനോൺസ് വെച്ചിട്ടാണ് നമ്മളുടെ യൂണിവേഴ്സ് മൊത്തം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ സബോറ്റോമിക് പാർട്ടിക്കിൾ വെച്ചിട്ടാണ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ഘടകമാണ് ഈ ന്യൂട്രിനോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂട്രിനോൺസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നോൺ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. സോ ന്യൂട്രിനോൺസ് ആർ ടൈനി പാർട്ടിക്കിൾസ് വിത്ത് നോ ഇലക്ട്രിക് ചാർജ് വിത്ത് ലിറ്റിൽ മാസ്. ലിറ്റിൽ മാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കും? എന്ത് മനസ്സിലാക്കണം? ലിറ്റിൽ മാസ് മീൻസ് നോ മാസ്, സീറോ മാസ് ആണ് അതിന് വരുന്നത്. ഓക്കെ, ലിറ്റിൽ മാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അവിടെ ഹിഗ്സ് ബോസോൺ നിയർലി ഇംപോസിബിൾ ആണ്. ഹിഗ്സ് ബോസോണിന്റെ കണികകൾ അവിടെ ഇല്ല. ഒട്ടിച്ചു ചേർക്കുന്ന പശ മാസ് നൽകുന്നത് ഏതാണ്? ദൈവഗണമായിട്ടുള്ള ഹിഗ്സ് ബോസോൺ ആണ്. ആ ഹിഗ്സ് ബോസോൺ അവിടെ ഇല്ല. ഓക്കെ, സോ ന്യൂട്രിനോൺസ് ആർ നോ ഇലക്ട്രിക് ചാർജ് ഇല്ലാത്ത വെരി ലിറ്റിൽ മാസ് ഉള്ള പാർട്ടിക്കിളുകളാണ്. സോ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നോടെ, ഹിഗ്സ് ബോസോൺസ് ആർ നിയർലി ആബ്സെന്റ് ഇൻ ന്യൂട്രിനോസ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഹിഗ്സ് ബോസോൺ ആർ നിയർലി ആബ്സെന്റ്. നിയർലി ആബ്സെന്റ് ആണ്, പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ള. നിയർലി ആബ്സെന്റ് ഇൻ ന്യൂട്രിനോസ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വരാമോ? വേണമെങ്കിൽ വരാം. ഓക്കെ, ഈ ന്യൂട്രിനോസിനെ, ഇപ്പൊ ന്യൂട്രിനോസ് എന്താണ്? ലെപ്റ്റോൺസ് ആണ്. ഈ ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സബ് അറ്റോമിക് പാർട്ടിക്കിൾസുകൾ അടങ്ങിയിട്ടുള്ളതിനെയാണ് ലെപ്റ്റോണുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിലെ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് നമ്മളുടെ ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രിനോസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഒബ്സർവേറ്ററി പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ന്യൂട്രിനോസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഒബ്സർവേറ്ററി പ്രപ്പോസ് ചെയ്തു. ഈ ഒബ്സർവേറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ലബോറട്ടറിയിൽ ഇരുന്നുകൊണ്ട്, ലാബിൽ ഇരുന്നുകൊണ്ട് ഇതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താ? ഇത് നോൺ റിയാക്റ്റീവ് ആണ്, ഒന്നുമായിട്ടും റിയാക്ട് ചെയ്യില്ല, ന്യൂട്രൽ ആണ്. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? നമുക്ക് നെഗറ്റീവ് പാർട്ടികൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യുമായിരുന്നു. ഇത് ഒന്നുമായിട്ടും അട്രാക്ട് ചെയ്യില്ല. സോ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ നോർമലി നമ്മളുടെ മലകളൊക്കെ ഒന്ന് തുറന്നിട്ട് അതിന്റെ അടിയിൽ കൂടുകൂട്ട്, അതിന്റെ അടിയിൽ ലബോറട്ടറി സെറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഇതിനെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലും ഇങ്ങനെ ഒരു
ന്യൂട്രിനോ ഒബ്സർവേറ്ററി വേണം എന്ന് നമ്മൾ ആലോചിച്ചു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഭാഗമായിട്ട് തമിഴ്നാടിലെ തേനിയില് തമിഴ്നാടിലെ തേനിയില് നമ്മൾ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, പക്ഷേ തമിഴ്നാട് സർക്കാർ എന്ത് പറഞ്ഞു? മക്കളെ പറ്റില്ല, എന്തോ ഒരു ദൈവ കണവും പിന്നെ ന്യൂട്രിനോ എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്, ഇതിനെയൊക്കെ എക്സ്പെഡിഷൻ ചെയ്ത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള റിസർച്ച് നമുക്ക് വല്ലതും തട്ടിപ്പോയി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ദെൻ എൻവിറോൺമെന്റൽ പ്രോബ്ലംസും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇതിനെ ഹൈലി എന്ത് ചെയ്തു? റെസിസ്റ്റ് ചെയ്തു. എന്നാൽ സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു പ്രൊജക്ട് ആയിരുന്നു നമ്മളുടെ ചൈനയുടെ ജൂനോ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത 2010 രണ്ടായിരം കാലഘട്ടത്തിൽ പ്രപ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി 2010 പണി തുടങ്ങിയ ഒരു പ്രൊജക്ട് ആയിരുന്നു നമ്മളുടെ ചൈനയുടെ ജൂനോ എന്നാണ് എക്സ്പെരിമെന്റ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ജിങ്മെൻ അണ്ടർഗ്രൗണ്ട് ന്യൂട്രിനോ ഒബ്സർവേറ്ററി സെന്റർ. സോ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ, ഒരു മലയുടെ കീഴിലായിരിക്കും ഇത് നോർമലി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വേറെ എന്താ പ്രത്യേകത? ഇത് എവിടെയാണ് ഇന്ത്യയിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ തേനിയിലാണ്. തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലെ ഒരു മലയുടെ കീഴിലായിരുന്നു ഈ ഒരു പ്രൊജക്ട് പ്രപ്പോസ് ചെയ്തത്. അവിടുത്തെ സർക്കാരുകൾ പറഞ്ഞു, നടക്കില്ല മക്കളെ, ഇവിടെ ഇത് നടത്താനായിട്ട് പറ്റില്ല. ഇവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് മറ്റൊരു ന്യൂട്രിനോ ഒബ്സർവേറ്ററി സെന്ററുകൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ അമേരിക്കയിലുള്ള ന്യൂട്രിനോ ഒബ്സർവേറ്ററി സെന്റർ. ഇതിൽ നിന്ന് ഇവരെന്ത് ചെയ്യും? ഇവര് ഈ ന്യൂട്രിനോൺസിനെ പുറത്തേക്ക് കടത്തിവിടും. ഓക്കെ, ഇതിൽ നിന്ന് ന്യൂട്രിനോൺസിനെ ഇങ്ങനെ പുറത്തേക്ക് കടത്തിവിടും. ദെൻ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂട്രിനോ ഒബ്സർവേറ്ററുകളിൽ ഇതിൽ എന്ത് മാറ്റമാണ് മാറിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിനെ ക്യാപ്ചർ ചെയ്യും. സോ അമേരിക്കയിൽ നിന്ന് തുറന്നു വിടും ന്യൂട്രിനോസിനെ. എന്ത് ചെയ്യും? ഭൂമിയുടെ ഉള്ളിൽ കൂടി സിമ്പിൾ ആയിട്ട് പാസ് ചെയ്യുമല്ലോ. കാരണം റിയാക്റ്റീവ് അല്ല, നോൺ റിയാക്റ്റീവ് ആണ്, മാസ് ഇല്ല, ലൈറ്റിന്റെ സ്പീഡിനേക്കാൾ കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റിന്റെ സ്പീഡിനോട് ചേർന്നുള്ള സ്പീഡിൽ ഇത് ട്രാവൽ ചെയ്യും. സോ അവിടെ നിന്ന് തുറന്നു വിട്ട ന്യൂട്രിനോസിനെ ഇന്ത്യയിൽ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് അതിന്റെ മാറ്റങ്ങൾ, മാസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സ്റ്റഡി ചെയ്യും. അതിന്റെ ബേസിസിൽ ഇതിന്റെ ഹെവിയസ്റ്റ് ഏതാണ്, ലോവസ്റ്റ് ഏതാണ്, അങ്ങനെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇത് കേൾക്കാത്ത പാടി സർക്കാരുകൾക്കും ജനങ്ങൾക്കും പേടിയായി. അമേരിക്കയിൽ നിന്ന് എന്തോ ഒരു സാധനത്തിനെ തുറന്നു വിടും, ഇത് ഭൂമിക്കടിയിലൂടെ ഇന്ത്യയിലുള്ള തേനിയിലുള്ള സ്ഥലത്ത് ക്യാപ്ചർ ചെയ്യപ്പെടും. അമേരിക്കൻ മുതലാളിത്ത ശക്തികളെ എതിർക്കാനായിട്ട് തയ്യാറായിട്ടുള്ള എല്ലാവരും ഇതിനെ എതിർക്കണമെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ഹ്യൂജ് പ്രോബ്ലംസ് നമ്മളുടെ തമിഴ്നാട് ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊരു വലിയ പ്രശ്നമായി. അമേരിക്കയിൽ നിന്ന് ദൈവഗണത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ദൈവഗണം? നമ്മളുടെ ദൈവം കാളി ദൈവത്തിന്റെ കോപമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളാകാനായിട്ട് തുടങ്ങി. സോ ഇതെല്ലാവരും ഇതിനെ എതിർക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ചൈനയിൽ എന്ത് ചെയ്തു? ചൈനയിൽ ഈ പ്രൊജക്ട് ഡിഫറന്റ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ, 1500 കോടി ഇൻവെസ്റ്റ്മെന്റുകളുള്ള ഒരു പ്രൊജക്ട് ആണിത്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് എന്തിന് കൊടുത്തിരിക്കുന്നത്? ഇന്റർനാഷണൽ ഫിസിക്സ് സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിസർച്ച് സമൂഹത്തിന്. സോ അവിടുന്ന് 2 പേപ്പറുകൾ ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങി. 25 അത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 ആദ്യം പറഞ്ഞ് 25 എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ 2 പേപ്പറുകൾ ഇപ്പൊ തന്നെ അവർ പുറത്തേക്ക് വിടാനായിട്ട് തുടങ്ങി. ഹ്യൂജ് ഇമ്പാക്റ്റുകളാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം വരാനായിട്ടുള്ളത്. സോ ഈ അവസരത്തിൽ നമ്മളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റവും ബാക്കിയുള്ള കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, സോ UPSC പെർസ്പെക്റ്റീവിൽ ചോദ്യം വരാനായിട്ട് എന്താണ് ന്യൂട്രിനോ, അല്ലെങ്കിൽ അതെന്താണ്, ക്വാർട്സുകൾ എന്താണ്, ലെപ്റ്റോണുകൾ എന്താണ്, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ബോസോൺസ് എന്താണ്, സത്യേന്ദ്രനാഥ് ബോസിന്റെ കോൺട്രിബ്യൂഷനുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദ്യമായിട്ട് വരാം. സോ ന്യൂട്രിനോസ് എന്താണ്? ന്യൂട്രിനോ ഒബ്സർവേറ്ററി സിസ്റ്റം എന്താണ്? ഒബ്സർവേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിനോസിനെ പിടിക്കാനായിട്ട്, ന്യൂട്രിനോസിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭൂമിയുടെ അടിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒബ്സർവേറ്ററി ആണ്. ഇവിടെ ഞാനൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ ആസ്ട്രോണമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയുടെ മുകളിൽ പോയിട്ട് മറ്റേ പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ടല്ലോ, പാറ്റേനെ കാണിക്കുന്നത്. സോ അതുപോലെ വീടിന്റെ മുകളിലും മലയുടെ മുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആ പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ന്യൂട്രിനോ ആസ്ട്രോണമർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അണ്ടർഗ്രൗണ്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ പണി.
അതായത് ഏതെങ്കിലും മലയുടെ താഴെ പോയിട്ട് അതിന്റെ ലാബുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ന്യൂട്രിനോസിനെ കളക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ന്യൂട്രിനോസിനെ കളക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്, കാരണം ഒന്നുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ദെൻ ഇതിന്റെ സ്പീഡ് എന്താണ്? ന്യൂട്രിനോസിന്റെ ലൈറ്റിന്റെ സ്പീഡിന്റെ അതേ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോ ഇതുപോലെ ഈ ലാർജ് എന്താണ് ഹാഡ്രിഡ്ജ് കൊളൈഡർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് പിന്നെ ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. സോ ഇങ്ങനെ ഈ ന്യൂട്രിനോസിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവര് ലൈറ്റിന്റെ സ്പീഡിനേക്കാൾ വേഗത്തിൽ പോകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, സോ അതിന്റെ ഒരു ട്രോൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ട്രബിൾ വിത്ത് ഗോയിങ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് വി കാൺ സി എ ഹെഡ്. ഒരു ന്യൂട്രിനോ പറയുന്നതാണ്, ഞങ്ങൾ ലൈറ്റിന്റെ സ്പീഡിനേക്കാൾ വേഗത്തിൽ പോകുന്നത് കാരണം ഞങ്ങൾക്കൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങളൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ അത് തെറ്റാണെന്ന് പിന്നീടുള്ള സ്റ്റഡിയിൽ കണ്ടെത്തി. കാരണം എന്താണ്? ലൈറ്റിന്റെ സ്പീഡിൽ ഒന്നിനും സഞ്ചരിക്കാനായിട്ട് പറ്റില്ല എന്നാണ് ഐൻസ്റ്റീനിന്റെ ഒരു സിദ്ധാന്തം പറയുന്നത്. ഏറ്റവും കൂടുതൽ വേഗം ഏതാണോ അത് ലൈറ്റിന്റെ സ്പീഡാണ്. ലൈറ്റിന്റെ സ്പീഡിനേക്കാൾ വേഗത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബ്ലാക്ക് ഹോളിൽ നിന്ന് എക്സ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റും, ഇല്ലേ? ബ്ലാക്ക് ഹോൾ എന്താണ്? ഹൈ ഗ്രാവിറ്റി സോൺ ആണ്. സോ ലൈറ്റിന് പോലും അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡിനേക്കാൾ വേഗത്തിൽ ഇത് പോകുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹോളിൽ നിന്ന് ഇത് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടില്ലേ ന്യൂട്രിനോസിൽ നിന്ന്? ദെൻ ഭൂമിയുടെ ഉള്ളിൽ കൂടി ഇത് പാസ് ചെയ്യുന്നുണ്ട്. നോർത്ത് പോളിൽ നിന്ന് കുറച്ച് ന്യൂട്രിനോസിനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് സൗത്ത് പോളിൽ നമ്മളുടെ ഭൂമിയുടെ ഉള്ളിൽ കൂടിയിട്ട് കടന്നു ചെന്നിട്ട് ഇപ്പുറം എത്തും. അപ്പോ ഭൂമിയുടെ ഉള്ളെന്താണ്? നമ്മളുടെ ക്രസ്റ്റ്, എന്താണ്, കോർ, മാൻഡിൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ. ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ശരിയാണോ, വെരിഫൈബിൾ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് തുറന്നു നോക്കുന്നതിന് പകരം ന്യൂട്രിനോ ഒബ്സർവേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടെ? ഇതിനുള്ള ഡിഫറെന്റ് ആപ്ലിക്കേഷനുകൾ ന്യൂട്രിനോസിന് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ വരും. അതിനുള്ളൊരു തുടക്കമാണ് ഈ ജൂനോയുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. സോ ഇന്ത്യ അതിൽ ലാഗ് ചെയ്യുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അത് ലാഗ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ ഈ ഒരു ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി പെർസ്പെക്ടീവിൽ ന്യൂട്രിനോസ് എന്താണെന്നുള്ളതിന്റെ ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, സോ ഇതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഡിസ്കഷൻ ലിമിറ്റ് ചെയ്യുകയാണ്. ഒന്ന് രണ്ട് ന്യൂസുകൾ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 200 കുറിച്ചിട്ട് വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമില്ല. പക്ഷേ ഈ ഒരു ന്യൂട്രിനോസ് എന്താണ്, ബോസോൺ എന്താണ് എന്നൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പലപ്പോഴും പലർക്കും കിട്ടുന്നില്ല. അപ്പൊ അതാണ് ഞാൻ ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഇന്നത്തെ ന്യൂസ് അനാലിസിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിസ്കഷൻ പാറ്റേൺ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ബാക്കിയുള്ള ന്യൂസുകൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ പർപ്പസ്ഫുള്ളി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ടൈമിന്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ നമ്മളൊന്ന് ന്യൂട്രിനോസിന്റെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.